ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ചിക്കൻ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കുന്ന ഈ ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഒരിക്കൽ നമ്മളാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസാണ്. ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസാണ് എടുത്തിന്. നിങ്ങൾക്ക് വേണ്ടിക്കൽ വീട്ടിൽ നിന്ന് റെഡിയാക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റാം. ഇത് കോരി മാറ്റിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ആ ഓയിലിലേക്ക് തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ചെറിയ പീസായതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കായിട്ട് വരും. അങ്ങനെ ഇതും കുക്കായി കഴിഞ്ഞ് ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്കുള്ള ഒരു സോസ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ബട്ടറും മൈദയും നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. 250 മില്ലിൻ്റെ 1 കപ്പിലാണ് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. മൈദ ഇട്ടതുകൊണ്ട് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്കുള്ള പൗഡേഴ്സ് എല്ലാം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് വേണ്ടത് ചീസാണ്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. മൊസറല്ല ചീസ് വേണമെങ്കിൽ അതിട്ട് കൊടുക്കുക. സ്ലൈസ് ചീസ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. പിന്നെ ക്രീം ചീസ് വേണമെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കുക. ഏത് ചീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇടുന്നത് സ്ലൈസ് ചീസാണ്. ഇതുപോലെ 3 എണ്ണമാണ് ഞാൻ വെച്ച് കൊടുത്തിന്. ഇത് പെട്ടെന്ന് മെൽട്ടായിട്ട് വരും. ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി വെക്കുക. ഈ സോസ് ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ചൂട് തണിയുമ്പോൾ ഇത് ഭയങ്കര തിക്കായി പോകും. അതുകൊണ്ട് സോസ് റെഡിയായ പാടന്നെ ഇത് സെർവ് ചെയ്യണം. ഇനി നമുക്കിത് സെറ്റായി കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഫ്രഞ്ച് ഫ്രൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിന്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു സോസ് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ആ സോസ് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ മയോണൈസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിന് മേലെ കുറച്ച് ഒറിഗാനോ പിന്നെ ചില്ലി ഫ്ലെക്സും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും ഭയങ്കര സിമ്പിളാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.